ഹായ്, എൻ്റെ പേര് റംസി. എൻ്റെ വീട് കഴക്കൂട്ടം. ഞാനിവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഹൗസ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് രേഷ്മ. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ താലൂക്കിലാണ്. ഞാനിവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങൾ MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് തജിക്കിസ്ഥാനിലെ അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഞങ്ങളുടെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ MBBSന് വേണ്ടി വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഞങ്ങളുടെ കോളേജിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് FMG ക്ലിയർ ചെയ്ത് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ കോളേജിൽ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സാണ്. ഇതിനുള്ള കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആൻഡ് ക്ലിനിക്കൽ എക്സ്പോഷർ. ഞങ്ങളുടെ ക്ലാസ് റൂം വരുന്നത് 20 സ്റ്റുഡൻസാണ് ഒരു ക്ലാസ് റൂമിൽ വരുന്നത്. നാട്ടിലേക്ക് പോലെ 150-100 പേരുള്ള ഒരു ക്ലാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് കിട്ടുന്ന പേഴ്സണൽ അറ്റൻഷൻ കൂടുതലായിരിക്കും. ഒരുപാട് സ്റ്റുഡൻസിന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അതിൽ സ്കോളർഷിപ്പ് കിട്ടിയാണ് ഞാനും എൻ്റെ MBBS പഠനം പൂർത്തിയാക്കിയത്. 5 വർഷവും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്ന ടീമുണ്ട് മെന്റോറിംഗ് മെഡിസിന. ഞങ്ങളുടെ ഇവിടുന്ന് തന്നെ പഠിച്ചിറങ്ങിയ സീനിയേഴ്സും കൂടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ചേർന്ന് ഉള്ള ടീമാണ് മെന്റോറിംഗ് മെഡിസിന. അവർ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ഏകദേശം 27 ഓൺ ഹോസ്പിറ്റൽസ് ഉണ്ട്. തജിക്കിസ്ഥാനിൽ തന്നെ ഓൺ ഹോസ്പിറ്റലുള്ള ഏക യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ പേര് വരുന്നത് കോർപ്പസ് എന്നാണ്. തജിക്കിസ്ഥാനിലെ കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം കേസസും വരുന്നത് നമ്മുടെ കോർപ്പസ് ഹോസ്പിറ്റലിലാണ്. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പീഡിയാട്രിക് ഹോസ്പിറ്റലായ ഇസ്തിക്ലോൾ പീഡിയാട്രിക് ഹോസ്പിറ്റൽ അവിസന്നയുടെ ഓൺ ഹോസ്പിറ്റലാണ്. അതിൽ തന്നെ പീഡിയാട്രിക് ഓൺകോളജിക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ജോർജിയ എന്നീ കൺട്രികളിലുള്ള എല്ലാ പീഡിയാട്രിക് ഓൺകോളജി കേസസും വരുന്നത് ഞങ്ങളുടെ ഈ പീഡിയാട്രിക് ഓൺകോളജി ഹോസ്പിറ്റലിലാണ്. തജിക്കിസ്ഥാനിലുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം ക്ലാസ്സിനും ക്ലിനിക്കൽ എക്സ്പോഷേഴ്സിനും എല്ലാം ഞങ്ങളുടെ കോളേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഗൈനക്കോളജി ഹോസ്പിറ്റലിൻ്റെ പേര് വരുന്നത് ഷിഫോ ബാക്ഷാൻ എന്നാണ്. ഇതുകൂടാതെ വൈറോളജിക്കും ഇൻഫെക്ഷ്യസ് ഡിസീസിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇൻഫെക്ഷ്യസ് ഹോസ്പിറ്റലും വരുന്നുണ്ട്. ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ ഞങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 4 സ്റ്റുഡൻസ് അടങ്ങുന്ന ടീമിന് ഒരു കടാവർ എന്ന രീതിയിലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അനാട്ടമി ക്ലാസ്സസ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. ഞങ്ങൾക്ക് ഡൈസെക്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനും നല്ല ഈസി ആയിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള എബ്രോഡ് പഠിച്ച ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അവർക്ക് പഠിക്കുന്ന സമയത്ത് ഫുഡ് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. കാരണം 3 നേരവും നമുക്ക് ഹോസ്റ്റലിലെ കേരള മെസ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ മെസ്സായിരുന്നു ഞങ്ങളുടെ കോളേജിൽ വരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഓൺ ഹോസ്റ്റലാണ് നമുക്ക് വരുന്നത്. അതിൽ തന്നെ സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ, ഷെയറിംഗ് അങ്ങനെയാണ് ഈ റൂംസൊക്കെ വരുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഹോസ്റ്റൽ ഫീസ് വരുമ്പോൾ എല്ലാത്തിനും സെയിം ഫീസാണ് വരുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റലിലാണെങ്കിലും നമുക്ക് 3 ഫീമെയിൽ വാർഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ മെഡിക്കൽ പരമായി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എന്തിനും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ അവിനാശ് സാറും ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവും. താങ്ക് യു അവിനാശ് സാർ, താങ്ക് യു ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ്. ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു അവിനാശ് സാർ ആൻഡ് ഹാർവസ്റ്റ് സ്റ്റഡി അബ്രോഡ്.